മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 7ാമത്തെ ബജറ്റാണ്. 2 ഇടക്കാല ബജറ്റുകൾ അടക്കം 7ാമത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ഊർജിതമാക്കാൻ അല്ലെങ്കിൽ ഊർജ്ജസ്വലമാക്കാനായിട്ട് കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാർഷിക മേഖലയിലേക്ക് കുറേ കൂടെ ഊന്നൽ നൽകുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് ഈ ബജറ്റ്. പൊതുവിൽ നോക്കുമ്പോൾ വലിയ പദ്ധതികളായി പ്രഖ്യാപിക്കപ്പെട്ടതൊക്കെ ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. ബീഹാർ, ആന്ധ്ര, ഒഡീഷ എന്നിങ്ങനെ ചുരുക്കം സംസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രമേ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതും കൗതുകകരമാണ്. കേരളത്തിൽ നിന്ന് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എംപിമാർ, കേരളത്തിൻ്റെ ധനമന്ത്രി വിമർശനം ഉന്നയിക്കുന്നു. വലിയ പദ്ധതികളിലൊന്നും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തീർത്തും നിരാകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത വികസന പദ്ധതികൾക്ക് പുതിയ പാക്കേജ് അനുവദിക്കണം എന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വച്ചിരുന്നു. അതൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. എന്താണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് എങ്ങനെയാണ് 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബജറ്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലേക്കൊക്കെ എത്തുന്നുണ്ടോ ഈ ബജറ്റ്? നിലവിൽ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ പാകത്തുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ പ്രത്യേക ഡിസ്കഷനിൽ. നമുക്കൊപ്പം ഉള്ളത് ഗുരുവായൂരപ്പൻ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും സാമ്പത്തിക വിദഗ്ധനുമായ അനിൽ വർമ്മ, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽ നിന്ന് ചീഫ് ജനറൽ മാനേജറായി റിട്ടയർ ചെയ്ത വി വിശ്വനാഥൻ എന്നിവരാണ്. ഞാൻ ആദ്യം അനിൽ വർമ്മയിലേക്ക് പോകുന്നു. അനിൽ, ഈ ബജറ്റിൻ്റെ ഒരു സ്വഭാവം ഈ കഴിഞ്ഞ 7 ബജറ്റുകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഈ ബജറ്റിൻ്റെ സ്വഭാവത്തിൽ കാണാനുണ്ടോ? ഈ ബഡ്ജറ്റിൻ്റെ സ്വഭാവത്തിൽ കഴിഞ്ഞ 7 ബഡ്ജറ്റുകൾ താരതമ്യം നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടെന്ന് പറയാനാവില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മളുടെ സാമ്പത്തിക സർവേ പുറത്തു വന്നപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും ഒക്കെ വായിച്ച സമയത്ത് ഈ ബഡ്ജറ്റിൽ വലിയൊരു മാറ്റം, കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ആണ് ലഭിച്ചത്. പക്ഷേ ബഡ്ജറ്റ് പുറത്തു വന്നപ്പം ആ ഒരു നമ്മളുടെ ഒരു പ്രതീക്ഷ ശരിയല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ബഡ്ജറ്റിൽ പറയുന്ന പല കാര്യങ്ങളും ഇതിനു മുൻപ് തന്നെ പല ബഡ്ജറ്റുകളിലും പല രീതിയിലും അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങളെ പരിഹരിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ പര്യാപ്തമായ നിർദ്ദേശങ്ങളല്ല ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നുള്ളത് കൊണ്ടും കൂടിയാണ്. ഉദാഹരണം, മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ തൊഴിലില്ലായ്മ, ഈ ഗ്രാമീണ മേഖലയിൽ ആളുകളുടെ വാങ്ങൽ ശേഷിയിൽ വന്ന കുറവ് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ, അതൊന്നും ഈ ബഡ്ജറ്റിൽ കാര്യമായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. മിക്കവാറും ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് ഫണ്ടമെൻ്റൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ളൊരു മാക്രോ ഇക്കണോമിക് ഫണ്ടമെൻ്റൽസിലെ യഥാർത്ഥ നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻ ഈ ബഡ്ജറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തോന്നുന്ന വിധത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ്. ശ്രീ വി വിശ്വനാഥൻ, താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ബജറ്റ് ഇപ്പോൾ പ്രൊഫസർ അനിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ഒരു സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ കാണേണ്ടത് 10 years ആയിട്ട് ഈ മോദി ഗവൺമെൻറ് ഈസ് there. This is the 11th year. സെയിം ഗവൺമെൻറ് തേർഡ് ടേം കണ്ടിന്യൂ ആകുമ്പോൾ അതിൽ കണ്ടിന്യൂറ്റി ആവുള്ളൂ. ഇറ്റ് കനോട്ട് ബി ഡീവിയേഷൻ ഫ്രം ദി പാസ്റ്റ്. ഒരു 10 വർഷം ഇത് പുതിയ ഗവൺമെൻറ് എങ്കിൽ, സപ്പോസ് നോൺ മോഡി ഗവൺമെൻറ് എങ്കിൽ പുതിയ പാർത്തായിരിക്കും. പക്ഷേ ഇപ്പോഴ് ദിസ് ഇസ് ദ 11th year. അപ്പോൾ അതിനായി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് അവർ ഫർദറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്.
ഫർദറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദി ഫിസിക്കൽ ഡെഫിസിറ്റ് പാർട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ദ ഗവൺമെൻറ് ഹാസ് സക്സീഡഡ് ഇൻ ദ ഇൻക്രീസിങ് ഇറ്റ്സ് ടാക്സ് റവന്യൂ, ഇൻഡയറക്റ്റ് ആയാലും ശരി ഡയറക്റ്റ് ആയാലും ശരി, പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റും കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സെഡ് ഒരു 4 കാര്യമാണ് അവർ ഈ വർഷം പറഞ്ഞിട്ടുള്ളത്. ദേ വിൽ ബി ഡൂയിങ് എംപ്ലോയ്മെൻറ്റ്, സ്കില്ലിംഗ്, MSMEs, മിഡിൽ ക്ലാസ്, ഇവരെയാണ് അഡ്രസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ആൻഡ് അവർ നേരത്തെ സൂചിപ്പിച്ചത് ഫാർമേഴ്സ്, അന്നദാത, പിന്നെ ഗരീബ്, മഹിള, പിന്നെ യുവ, ഇവരിന് വേണ്ടിയായിരിക്കും ഞങ്ങളുടെ ഗവൺമെൻറ് എന്നാണ് ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞത്. ഇപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ്, സ്കില്ലിംഗ്, MSMEs, മിഡിൽ ക്ലാസ്, അങ്ങനെയാണ് പറഞ്ഞാണ് അവർ തുടങ്ങിയപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ക്വാണ്ടം വൈസ് കൺട്രി ആസ് എ ഹോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡെഫിനറ്റായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. 9.1 ഇരുന്ന 2021 ഇപ്പോഴേ 5.6, ലാസ്റ്റ് ഇയർ ഇപ്പോൾ 4.9 ആക്കി. 5.1 ആയിരുന്നു ഇൻട്രീം ബഡ്ജറ്റിന്, അത് 4.9 ആക്കി. പക്ഷേ വെദർ ഇറ്റ് സർവ്സ് ദ എൻറ്റയർ സ്റ്റേറ്റ്സ് എന്ന് നോക്കുമ്പോൾ ലീവിങ് അസൈഡ് ദ പൊളിറ്റിക്കൽ ടോക്സ്, ബിക്കോസ് AP-യും ബീഹാറും ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ അതർ സ്റ്റേറ്റ്സ് എല്ലാം ദേ ഹാവ് ബിൻ നെഗ്ലക്റ്റഡ് ആയി. പക്ഷേ ലീവിങ് അസൈഡ് ദ പൊളിറ്റിക്കൽ ടോക്സ് നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ട് 2-3 കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് കൂട്ടണമെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഡൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ക്രിയേഷൻ ആണോ, ബിക്കോസ് ഈ കമ്പ്യൂട്ടറൈസേഷൻ വന്നിട്ട് പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ എളുപ്പമായതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിലായിരിക്കണം നമ്മൾ എംപ്ലോയ്മെൻറ്റ് കൂട്ടേണ്ടത്. അത് 2 വിധത്തിൽ യു കൻ ആഡ്. വൺ ഈസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ദ അതർ ഈസ് ത്രൂ ക്രിയേഷൻ ഓഫ് ജോബ്സ് ഇൻ ദ ബിഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ കാര്യങ്ങളിൽ ചില ഏർപ്പാടുകൾ ഞാൻ കാണുന്നു. പിന്നെ അതുപോലെ മിഡിൽ ക്ലാസ് എപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, മിഡിൽ ക്ലാസ് ഓൾസോ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദർ സ്പീച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചില ടാക്സ് ഇൻസെൻറ്റീവ്സ് ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഓവറോൾ ഇറ്റ് ഈസ് ഓൺലി കണ്ടിന്യൂവേഷൻ. ഒരു കാര്യമായിട്ട് ദ പാത്ത് ചേഞ്ചിങ് ബഡ്ജറ്റ് നമുക്ക് പറയാൻ കഴിയും. റൈറ്റ്. ഡോക്ടർ അനിൽ, ഇത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് ബജറ്റിലുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ധനമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്നുള്ളത് ഒരു കാര്യമായിട്ട്. അവിടെ നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് വലിയ വർദ്ധിച്ചു നിൽക്കുകയാണ് എന്നുള്ള ഡാറ്റ പോലും പുറത്തുവിടാൻ തയ്യാറാകാതിരുന്നൊരു സർക്കാരാണ് കുറേ കാലത്തേക്ക്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇത് സമ്മതിച്ചിരുന്നുമില്ല, രാജ്യത്ത് ഈ തൊഴിലില്ലാത്ത യുവാക്കളുടെ എണ്ണം വലിയ തോതിലുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചിരുന്നു പോലുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ ബജറ്റിലൂടെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഒരു രൂക്ഷമായ പ്രശ്നമാണ് എന്ന് ഗവൺമെൻറ് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശ്രീ വിശ്വനാഥൻ പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് എത്രത്തോളം സഹായകമാകും എന്നാണ് വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നില്ല. അത് അംഗീകരിക്കാൻ കാരണം നോക്കൂ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി ഞങ്ങൾ തിരിച്ച് അധികാരത്തിലെത്തും എന്നുള്ള കോൺഫിഡൻസോടുകൂടിയാണ് ഇൻറ്റീരിയം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ എലക്ഷൻ കഴിഞ്ഞ സമയത്ത് ആ ഒരു അവകാശവാദം തെറ്റിപ്പോയി എന്നുള്ളത് നമുക്കറിയാം. സീറ്റ് അവർ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല. ഭരണവിരുദ്ധ വികാരം വളരെ വ്യാപകമായ രീതിയിൽ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ ബഡ്ജറ്റ് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നയിച്ച, ഈ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് നയിച്ച വിവിധങ്ങളായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നതിൽ തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിർമ്മല സീതാരാമൻ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. പക്ഷേ അതിനപ്പുറമുള്ള ഈ മാക്രോ ഇക്കണോമിക് ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് നിർമ്മല സീതാരാമൻ ആലോചിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വളരെ വ്യാപകമായ തൊഴിലില്ലായ്മ 2017-18 ഇറങ്ങിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചിരുന്നതാണ്. പക്ഷെ അത് ഗവൺമെൻറ്റിനെതിരാണ് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് അത് പുറത്തുവിടാൻ തയ്യാറായില്ല. പല രീതിയിൽ പുറത്തു വന്ന മീഡിയ റിപ്പോർട്ട്സ് വഴിയുമെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇതിലെ കണക്കുകൾ മനസ്സിലാക്കുകയും രാജ്യത്ത് നിലനിൽക്കുന്ന
10-40 വർഷത്തെ തൊഴിലില്ലായ്മയേക്കാൾ രൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യത്ത് അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് രാജ്യത്തെ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൽ മെത്തഡോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. അതിനുശേഷം ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോഴും അത് വളരെ കാര്യമായിട്ട് പുറത്തുവിടുകയും ഗവൺമെൻറ് ചെയ്തു. അത് കഴിഞ്ഞ് കോവിഡ് പാൻഡമിക്, ആ സമയത്ത് നമുക്കറിയാം രാജ്യത്തെ തൊഴിലെടുക്കുന്ന ജനങ്ങൾക്ക് വലിയ പ്രഹരമായിരുന്നു പാൻഡമിക്. അത് കഴിഞ്ഞ് ഗവൺമെൻറ് പാൻഡമിക്കിൽ നിന്നും റിക്കവർ ചെയ്തു. നമ്മൾ വി ഷേപ്പ് റിക്കവറി സംഭവിച്ചു എന്നെല്ലാം ഗവൺമെൻറ് അവകാശപ്പെട്ടു. എന്തായാലും ഈ ബഡ്ജറ്റ് വന്നു നിൽക്കുന്ന സമയത്ത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം തൊഴിലെടുക്കുന്ന ആളുകൾക്കും തൊഴിൽ ഉള്ള ആളുകൾക്ക് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തൊഴിലില്ലായ്മ കാരണം ആളുകൾക്ക് വലിയ വരുമാന ശോഷണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പർച്ചേസിംഗ് പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാജ്യത്തെ മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്ന തരത്തിലുള്ള ഒരു ഡിമാൻഡ് പ്രതിസന്ധി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊഴിലില്ലായ്മ എന്ന ഒരൊറ്റ സംജ്ഞയ്ക്ക് പുറത്തുള്ള വലിയ വിശാലമായ രീതിയിൽ നിലനിൽക്കുന്ന മാക്രോ എക്കണോമിക് ഫണ്ടമെന്റൽസ് ധനമന്ത്രി കാണുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ രാജ്യം മറ്റൊരു തരത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയെ കാണാതെയാണ് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ, ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിൽ എന്ത് തരം തൊഴിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തൊഴിലന്വേഷകർക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനപ്പുറം ഈ പ്രസ്താവനകൾ ഉണ്ടെന്നല്ലാതെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും, ആ സ്കില്ലിനെ അക്വയർ ചെയ്യണം, അക്കാഡമിയെ ഇതിൽ ചേർക്കണം എന്ന് തുടങ്ങിയ പ്രസ്താവനകളല്ലാതെ അതിന് കൃത്യമായൊരു മാർഗനിർദ്ദേശം ഈ ബഡ്ജറ്റിൽ എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റൈറ്റ്. ശ്രീ വിശ്വനാഥൻ, നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ MSME സെക്ടറാണ് രാജ്യത്ത് ഏറ്റവും അധികം തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന ഒരു മേഖല. ഡിമോണിറ്റൈസേഷൻ MSME സെക്ടറിനെ വലിയ തോതിൽ ബാധിക്കുകയും അവിടുന്ന് ലക്ഷക്കണക്കിന് തൊഴിൽ നഷ്ടം ഉണ്ടാവുകയും ചെയ്തതായിട്ടുള്ള പല പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷമാണ് കോവിഡ് വന്നത്. കോവിഡും MSME സെക്ടറിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. അപ്പോൾ ഈ MSME സെക്ടറിന് ആണ് തൊഴിൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ബജറ്റിൽ. അവിടെ ഇടപെടുക എന്ന് പറയുന്നത് ഒന്ന്, കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. രണ്ട്, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് രാജ്യത്ത് എത്തുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും സാധ്യമാകും വിധത്തിലുള്ളൊരു അസിസ്റ്റൻസ് MSMEക്ക് ഈ ബജറ്റിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട്, അതുപോലെ മുദ്രാ ലോൺ ഡബിൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചില നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പാകത്തിലുള്ള ചില സെൻറ്റേഴ്സ് ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മതിയോ ഇപ്പോൾ MSME നേരിടുന്നൊരവസ്ഥ മറികടക്കാനായിട്ട്? ത്രീ വേസ് നമുക്കിത് നോക്കാൻ കഴിയും. ആക്ച്വലി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആണ്. ആക്ച്വലി ദ ബിഗസ്റ്റ് ഇഷ്യൂ ഈസ് ദാറ്റ് ദ ഈക്വാലിറ്റി ഷുഡ് ബി അറ്റൈൻഡ്. ഇനീക്വാലിറ്റി ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് അത് ഒരുപാട് കുറഞ്ഞു കിട്ടും. അതാണ് ലക്ഷ്യം. അങ്ങനെ ചെയ്യുമ്പോഴേ എംപ്ലോയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റും. ഒന്ന്, ആക്ച്വലി ഈ ബഡ്ജറ്റിൽ ഞാൻ കാണേണ്ടത് 3 ആംഗിൾസ്. ഒന്ന്, ബഡ്ജറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി 11.11 lakh crores അവർ കൊടുത്തിട്ടത്. അതാണ് ഇതുവരെ ഉള്ള ഏറ്റവും കൂടുതൽ എന്നാണ് അവർ പറയേണ്ടത്. വൺ മോർ തിങ് ദേ ഹാവ് ഡൺ ഇസ്, കേൾക്കുന്നുണ്ട്. One more thing they have done along with 11.11 lakh crores capex അല്ലാതെ 1.5 lakh crores അവർ സ്റ്റേറ്റ്സിന് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 50 years കൊടുക്കുന്നുണ്ട്. അത് ടു എൻകറേജ് ദ സ്റ്റേറ്റ്സ്, ബിക്കോസ് സെൻറ്റർ മാത്രം ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോരാളൂ. ആക്ച്വലി വി ഹാവ് അബൌട്ട് 30 states, 29 states ഇരിക്കുമ്പോൾ അവരെല്ലാം ചേർന്ന് തന്നെ ദിസ് ക്യാൻ ബി ഡൺ. സോ 1.5 lakh crore വരെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 50 lakhs, ഇത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പാത്ത് ചേഞ്ചിങ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ. അപ്പോൾ ഇത് രണ്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ ചെയ്തിട്ടുണ്ട്. MSMEs നിങ്ങൾ നോക്കുമ്പോൾ ഈ മറ്റേ 10 lakhs വരെ 5 lakhs to 10 lakhs എന്നത് 5 lakhs to 20 lakhs ആക്കിയിട്ടുണ്ട് മുദ്ര ലോൺസ്. ഈ മുദ്ര ലോൺസ് ആക്ച്വലി ഇറ്റ് ഈസ് നൗ ദ ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ കൺട്രി
definitely is much more than what it was about 5 years back. And അവർ പറയുന്നത് ആസ് ഓഫ് നൗ ബാങ്ക്സിൽ ഇതിൻ്റെ NPAസും ഭയങ്കര കുറവാണ്. അപ്പോൾ അവിടെ ദേ ഹാവ് ക്രിയേറ്റഡ് 2 things. വൺ ഈസ് ദാറ്റ് ടേം ലോൺസ് അപ് ടു 100 crores എന്നാണ് ഞാൻ കേട്ടത്. ഐ ഹാവ് സീൻ ദ പേപ്പർ. വരെ കൊലാറ്ററൽ ഫ്രീ ലോൺ കൊടുത്താൽ ദേ വിൽ സ്റ്റാർട്ട് എ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ടു എൻകറേജ് ദ ബാങ്ക്സ് ടു ഗിവ് ദം. രണ്ടാമത് കാര്യം, ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ബാക്കിയെല്ലാം 500 crores ആൻഡ് അബവ് ഉള്ളവർ 45 ദിവസത്തിനുള്ളിൽ ദേ ഹാവ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ടു ദ MSME. അതാണ് അവരിന് ആക്ച്വലി സപ്ലൈ ചെയ്തിട്ട് പൈസ കിട്ടാതിരുന്നതാണ് വലിയ ഒരു കഷ്ടമായിരുന്നു ഈ MSMEസ്ക്ക്. അത് ഇപ്പോൾ 250 crores ആൻഡ് അബവ് ട്രെഡ്സ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത് MSMEസിന് 250 crores ആൻഡ് അബവ്. പിന്നെ അവർ SMA ഉണ്ടെന്നാണ് ഞങ്ങൾ ബാങ്കിങ് ടേമിൽ പറയുന്നത്. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 30 days വരെ, 60 days വരെ, 90 days, അത് കഴിഞ്ഞാലാണ് NPA ആവും. അപ്പോൾ ഈ വെൻ ദിസ് ഈസ് ദാറ്റ് പീപ്പിൾ വർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ബിക്കോസ് ടെമ്പററി ലിക്വിഡിറ്റി ആയതുകൊണ്ട് ഇത് NPA ആവും. 90 days കഴിഞ്ഞാൽ ഇത് NPA ആവും. അപ്പോൾ ഈ 90 days NPA ആയി കഴിഞ്ഞാൽ ഫുൾ ഡ്യൂസ് കട്ടിയാൽ ഈ ക്യാൻ ബിക്കം ഇഗൈൻ എ സ്റ്റാൻഡേർഡ് അസെറ്റ് ഫർദർ ലോൺസ് ഒക്കെ എടുക്കാം. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഇവർ ചെയ്തിരിക്കുന്നത്, വി ഹാവ് ടു സീ ദ ഫൈൻ പ്രിന്റ്. ഈ SMA അക്കൗണ്ട്സ്, ദറ്റ് ഈസ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ്, ദറ്റ് ഈസ് വേർ ദ സ്ട്രെസ് ഈസ് ദ വേർ ദ ബാലൻസ് ഈസ് നോട്ട് പെയ്ഡ് വിത്തിൻ 30 days or 60 days or 90 days, ഇവിടെ ഫണ്ടിങ് ചെയ്യാം ബാങ്ക്. ഫോർ ദാറ്റ് ദേ വിൽ ക്രിയേറ്റ് എ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എ മേജർ അനൗൺസ്മെൻറ്റ്. ആക്ച്വലി ഒരു 90 days-നുള്ളിൽ എനിബഡി ഹാവിങ് എ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് നോർമലായിട്ട് നമുക്ക് ഫൈനാൻസ് കിട്ടില്ല. അപ്പോൾ ഇത് കിട്ടാൻ ഒരു അവസരം. They have made an announcement. Let us see the fine print and how the banks will help. Finally, it turns into reality only when the banks start funding. പിന്നെ മൂന്നാമത് 1 crore യൂത്തിന് എംപ്ലോയ്മെൻറ്റിൽ നോക്കിയാൽ 1 crore യൂത്ത് ഇൻ 5 years ടോപ്പ് 100 corporations ഇന്റേൺഷിപ്പ് 5,000 per month പ്ലസ് ഒരു 1-time അസിസ്റ്റൻ്റ് ആയിട്ട് ആ കമ്പനിയുടെ CSR ഫണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരുപാട് യൂത്തിന് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഇൻ ടോപ്പ് 100 corporation ദാറ്റ് മേ ഡെവലപ്പ് ദ സ്കിൽ. ടോപ്പ് 100 corporations നിങ്ങൾ ഇന്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഇംപ്രൂവ് യുവർ സ്കിൽ എ ബിറ്റ്. ബട്ട് MSMEസിൽ ഐ എം സീയിങ് ദ ബെസ്റ്റ് തിങ് ഇസ് ദ 10 lakhs to 20 lakhs ഉപരി ഐ എം സീയിങ് ദ സ്ട്രെസ് അക്കൗണ്ട്സിന് ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് അവർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ടേം ലോൺ കിട്ടുന്നതാണ്. സപ്പോസ് മാനുഫാക്ചറിങ് കൂടിയാൽ മാത്രമേ, പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ജനറേറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം കൊടുത്തിട്ട് ബാങ്ക്സ് ആർ പോയി. അപ്പോൾ ഈ ടേം ലോൺസിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് വിത്തൗട്ട് എ കൊലാറ്ററൽ അതും ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കുന്നത്. ലെറ്റ് us see. അത് പല ഉദ്ദേശങ്ങൾ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി, ദ എയിംസ് ആർ ഓൾവേസ് ഗുഡ്. ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ദി വിസ. ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച്, ഇപ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം MSMEകളെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നു, ഒരു സ്കീം ഉണ്ടായിരുന്നു നേരത്തെ. ബാക്ക് ഇൻ 1999 ആണെന്നാണ് എൻ്റെ ഓർമ്മ. AB വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്. ഒരു 1 week മുൻപായിട്ട് ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ മറ്റേ എമർജൻസി ക്രെഡിറ്റ് ലിമിറ്റ്, അഡീഷണൽ എൻഹാൻസ്ഡ് ക്രെഡിറ്റ് ലിമിറ്റിന് ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് കോവിഡ് സമയത്ത് ഉണ്ടാക്കി. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി വന്നപ്പോൾ 6% ഓഫ് ദി എൻഹാൻസ്ഡ് ലിമിറ്റ് ഇവരിനൊക്കെ കൊടുത്തത് only 6% has turned into NPA. That means NPA culture among MSMEs ഇപ്പോഴും definitely does come down. People are into the business and they are trying to pay. അപ്പോൾ അത് that is a welcome sign. അപ്പോൾ ഈ ഗ്യാരണ്ടി സ്കീമും അതുപോലെ വരാം. 99 സ്കീംസ് ഒക്കെ ഞാൻ തന്നെ അപ്പോൾ ബാങ്കിൽ ഇരുന്നിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ വെരി ഗുഡ് സക്സസ്. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം MSME നടത്തുന്ന ആളുകൾ അവരെത്രത്തോളം ഉപയോഗിക്കും, ബാങ്കുകൾ എത്രത്തോളം അതിൽ സഹായിക്കും? കാരണം വെച്ച് കഴിഞ്ഞാൽ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ല, തേർഡ് പാർട്ടി ഗ്യാരണ്ടി ഇല്ല, ഒന്നുമില്ലാതെയുള്ള വായ്പകൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ബാങ്കുകൾ എത്രത്തോളം അതിനോട് പോസിറ്റീവായി റിയാക്ട് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ചെയ്യണം. ബിക്കോസ് see the experience shows that we have to react positively. Collateral security or third party guarantee, if you look at it reality, it is a mental comfort for the banker. ഇത് പൈസ തിരിച്ചെടുക്കണമെങ്കിൽ, ഒരു കൊലാറ്ററൽ വിറ്റെടുക്കണമെങ്കിൽ തേർഡ് പാർട്ടീനെ എടുത്ത് കേസ് കൊടുത്താൽ 20 വർഷം 30 വർഷമാവും. ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ താഴെ കൊടുത്താൽ if you fulfill the condition you can get the money within about 3 months or 6 months. 99 സ്കീം ഫെയിൽ ആയതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഫണ്ടില്ല, ആ ഗ്യാരണ്ടി ഫണ്ടില്ല.
thousands of applications are lying with the corporation, but they were not having the money to pay back. But I am told that within about 60 days, payments are coming as and when you file the. Our banks should become practical and have a look at it. When they can give unsecured loans without any security, ഒരു ഗ്യാരണ്ടി ഫണ്ടിൻ്റെ താഴെ കൊടുക്കുന്നതിൽ പ്രശ്നം വരാൻ പാടില്ല. റൈറ്റ് ഡോക്ടർ അനിൽ, നമ്മൾ ഈ രണ്ടാമത്തെ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് കർഷകർക്ക് മുമ്പിലാണ്. കർഷകരുടെ പ്രശ്നം വലിയ ഇഷ്യൂ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് ഇഷ്യൂ ആയിട്ട് ബജറ്റിൽ റെഫർ ചെയ്തത് കാർഷിക മേഖലയാണ്. അപ്പോൾ അതിൽ പക്ഷേ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ നാച്ചുറൽ ഫാമിങ്ങിലേക്ക് 1.5 കോടി കർഷകരെ ഒരു വർഷത്തിനുള്ളിൽ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ കർഷകർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില താങ്ങുവില നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് ചെലവിൻ്റെ ഇരട്ടി വില ലഭ്യമാക്കും, അതിനൊരു ഡേറ്റ് വരെ പറഞ്ഞിരുന്നതാണ് സർക്കാർ. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ അതിനെ മെച്ചപ്പെടുത്താൻ പാകത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടോ? ഈ ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ മുൻപ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ഒരു തുടർച്ചയാണ് എന്ന് പറയുകയുണ്ടായി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഗവൺമെൻറ് അവകാശപ്പെട്ടിരുന്നത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നാണ്. എന്നാൽ അന്നത്തെ നിർദ്ദേശങ്ങളൊന്നും, അന്നത്തെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പ്രോമിസസ് ഒന്നും പാലിക്കാത്തത് കൊണ്ടാണ് കാർഷിക മേഖലയിൽ നിന്ന് വളരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും കർഷക സമരങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. ആ കർഷക സമരത്തിൻ്റെ ഫലമായി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച 3 ബില്ലുകൾ ഗവൺമെൻറ്റിന് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അതിനെ തുടർന്നാണ് ഇപ്പോഴീ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ കാരണം വലിയ വരുമാന ശോഷണം നിലനിൽക്കുന്നുണ്ട്. ഈ അടുത്ത് വന്ന ലേബറുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കാർഷിക മേഖലയിലെ ജോലിയുടെ അളവ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്നലെ സർവേയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കാർഷികേതര മേഖലകളിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് ഒരു തിരിച്ചുവരവ്, അതായത് ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് കാർഷിക മേഖലയിലേക്ക് ആളുകൾ തിരിച്ചു വരുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ സർവേയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടിയിട്ടുണ്ട്. അതും ഈ പറയുന്ന ലേബർ സർവേ റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് പുറത്തു വന്ന കാര്യമാണ്. അതേസമയം കാർഷിക മേഖലയിലുള്ള ഇൻഫ്ലേഷനിൽ വർധനവുണ്ടായിട്ടുണ്ട്. കാർഷിക വേതനം, വേജിൽ റിയൽ വേജസിൽ, യഥാർത്ഥ വേജസിൽ, അതായത് നോമിനൽ വേജിനെ പ്രൈസ് ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന യഥാർത്ഥ വേജസിൽ വലിയ വർധനവ് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുമില്ല എന്നുള്ളതും NSSOയുടെ പഠനങ്ങൾ അടക്കമുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ ഈ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐവാഷ് നടപടികൾ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാർഷിക മേഖലയിലെ വിപുലമായി നിലനിൽക്കുന്ന ഈ വരുമാന ശോഷണം പരിഹരിക്കാൻ കാർഷിക മേഖലയിലേക്കുള്ള സ്പെൻഡിങ് വർദ്ധിപ്പിക്കുക, അങ്ങനെ കാർഷിക മേഖലയിലെ ചോദനം ഉയർത്തുന്ന വിധത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുക വഴി മാത്രമേ ആ ഒരു ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ് ഡോക്ടർ അനിൽ, അത് പറയുമ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്ന 1.52 ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ വളത്തിൻ്റെ സബ്സിഡിക്ക് കഴിഞ്ഞ വർഷം അനുവദിച്ച അത്രയും തുക ഇത്തവണ അനുവദിച്ചിട്ടില്ല. വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറവ് വളത്തിൻ്റെ സബ്സിഡിയുടെ കാര്യത്തിൽ ബജറ്റിലുണ്ട്. ബജറ്റിൻ്റെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അനുവദിച്ചതിൻ്റെ ഏതാണ്ട് ഒരു 30% കുറവ് വളത്തിൻ്റെ സബ്സിഡിയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. 1,57,000 കോടി രൂപ കാർഷിക മേഖലയ്ക്ക് നീക്കി വയ്ക്കുന്നു എന്ന് പറയുന്നു, വളത്തിൻ്റെ സബ്സിഡി കുറയ്ക്കുന്നു, അതിന് നീക്കി വയ്ക്കുന്നു, തുക കുറയ്ക്കുന്നു. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യമുള്ളൂ. ഇപ്പോൾ ഈ മേഖലയിലെ വനിതകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വനിതകൾക്ക് ഈ അവരുടെ സാമ്പത്തിക
ക്രയവിക്രയങ്ങൾ വർദ്ധിപ്പിക്കാനും അവർക്ക് കുറച്ചുകൂടെ സാമ്പത്തിക അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എക്കണോമിക് ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മോശമാണെന്ന് പറയാമോ? അല്ല, ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായ നടപടികളാണോ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിലൊരു വ്യാപകമായ വരുമാന ശോഷണത്തെ തടയുന്നതിന് പര്യാപ്തമായ നടപടികളല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഗ്രാമീണ സ്പെൻഡിങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന കാർഷിക പ്രതിസന്ധി, ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധി, ചോദന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്. ശ്രീ വിശ്വനാഥൻ, നമ്മൾ ഈ ഇതിൻ്റെ ടാക്സ് പാർട്ടിലേക്ക് കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടാക്സ് ആളുകൾക്കൊക്കെ ആദായ നികുതിയിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 1 ലക്ഷം വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും അതിൽ കാണുന്നില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് പുതിയ ആദായ നികുതി സമ്പ്രദായത്തിൻ്റെ പുതിയ രീതി സ്വീകരിച്ച ആളുകൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 ആക്കി വർദ്ധിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പെൻഷൻകാർക്ക് അത് 15,000 എന്നുള്ളത് 25,000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഈ വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് ടാക്സ് 40% നിന്ന് 35% കുറയ്ക്കാൻ ധനമന്ത്രി തീരുമാനിച്ചിട്ടുമുണ്ട്. റവന്യൂ ഉണ്ടാക്കാനുള്ള അവസരം, ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് സർക്കാരിന് റവന്യൂ ഉണ്ടാക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തുകയാണ് ധനമന്ത്രി ചെയ്യുന്നത്. ഈ എക്കണോമിക് റിവ്യൂവിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരുന്നു, അത് വലിയ പ്രശ്നമാണ് എന്ന് എക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി ധനമന്ത്രി കുറയ്ക്കാൻ തീരുമാനിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒരുപാട് നമ്മൾ സംസാരിക്കുന്നു. ആക്ച്വലി ബൈ ദാറ്റ് വി ട്രൈ ടു മീൻ ദാറ്റ് എവരിബഡി ഹു ഈസ് ഡൗൺ ദ ലൈൻ ദേ ഷുഡ് ബി ബ്രോട്ട് അപ്പ്. നമ്മളെ വേറെ ഒരു കോൺസെപ്റ്റ് ഗ്ലോബൽ ഇൻക്ലൂഷനാണ്. ഈ ഗ്ലോബൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ദ ഫോറിൻ കമ്പനീസ് ഷുഡ് ബി എൻകറേജ് ടു കമ്മിങ്. ഇപ്പോൾ JP മാർക്കറ്റിൻ്റെ ഇൻഡെക്സിൽ നമ്മുടെ ഗവൺമെൻറ് ബോണ്ട്സ് ഹാവ് ബീൻ ഇൻക്ലൂഡ്. അപ്പോൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് they are trying to tell that our returns are good, അവരുടെ മറ്റേത്. അപ്പോൾ ആ ടാക്സ് ആംഗിളും they are looking at. See, 40% tax by India on the foreign companies is one of the highest in the world. It is not something which is very bliss. അപ്പോൾ if we have to attract foreign inflows, നമ്മൾ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ we have to see in the total tax revenues, direct tax revenues ഈ ഫോറിൻ കമ്പനീസിൻ്റെ ഇൻകം എത്ര പെർസെൻറ്റേജ് ആണ്? അത് ആക്ച്വലി 40% to 35% അല്ലാതെ വി ഹാവ് ടു സീ, സപ്പോസ് 100 രൂപയാണ് എൻ്റെ ഡയറക്റ്റ് ടാക്സ് ഇൻകം വർഷത്തിൽ, അതിൽ ഫോറിൻ കമ്പനീസ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇപ്പോൾ ഈ 35% ആയതുകൊണ്ട് എത്രയാണ് എനിക്ക് നഷ്ടം? ഹൗ ഐ ക്യാൻ കോമ്പൻസേറ്റ് ദൻ വിത്ത് മോർ ഇൻഫ്ലോസ്, വിത്ത് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദി ഫോറിൻ. എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? ആക്ച്വലി 2 ആംഗിളാണ് നമ്മൾ എപ്പോഴും. What we miss is financial inclusion. We have to take the social security, social objectives ഇങ്ങനെയാണ് നമ്മൾ വേൾഡ്. ബട്ട് ഗ്ലോബലായിട്ട് നമ്മൾ വരുമ്പോൾ കോമ്പറ്റീറ്റീവ്നെസ്സും ഒരു മോർ റെവന്യൂസ് ഇൻ ടു ദ കൺട്രി വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ദ പുവർ, ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 40% to 35% കാര്യമായിട്ട്, ബിക്കോസ് ടോട്ടൽ റെവന്യൂവിൽ അത്ര പെർസെൻറ്റേജ് അവിടെ നിന്ന് വരും എനിക്ക് തോന്നുന്നു. ഇപ്പം ഇതിനൊക്കെ 1 lakh given training എപ്പോഴും ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു പ്ലേ ദ മിഡിൽ പാത്ത്. 75,000 തന്നെ എനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ദേ ആർ ട്രൈങ് ടു അട്രാക്ട് പീപ്പിൾ ഇൻ ടു ദ ന്യൂ ടാക്സ് റിജിം. ഓൾഡ് ടാക്സ് റിജിമിൽ ഒരുപാട് ഡിഡക്ഷൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വെറും സാലറി ഡിഡക്ഷൻ മാത്രമേ അവൈലബിൾ ആണ്. സോ ഇൻ ഓർഡർ ടു എൻകറേജ് മോർ പീപ്പിൾ ടു കം ഇൻ ടു ദിസ്, ദേ ഹാവ് ഡൺ 2 things. വൺ ഈസ് 50,000 to 75,000 സാലറി ഡിഡക്ഷൻ ഉണ്ടാക്കി. പിന്നെ ഈ സ്ലാബും 1 ലക്ഷം കൂട്ടി. അത് from 3 lakhs to 6 lakhs പകരം 3 lakhs to 7 lakhs 5%, 6 lakhs to 9 lakhs 10%, 7 lakhs to 10 lakhs 10% ആക്കി. അപ്പോൾ അതുകൊണ്ട് ഇഫ് എ പേഴ്സൺ ഈസ് ഇൻ 30% ബ്രാക്കറ്റ്, അവന് ഒരു 18,000 വരെ ഇതിന് വെച്ച് he can save. If he is in 20% bracket, he may save around 10,000. മറ്റേ 10% ബ്രാക്കറ്റ് ആളില്ലല്ലോ, അവരൊക്കെ കിട്ടിപ്പോവും.
they will get reimbursed. So that is definitely a and no government we can expect to be middle class oriented. See, അവരുടെ middle class create the opinion. അതുകൊണ്ടാണ് they are caring for us. സോഷ്യൽ മീഡിയയിലും ബാക്കി കാര്യങ്ങൾ എല്ലാവരിലും മിഡിൽ ക്ലാസ് ഇസ് ദ പീപ്പിൾ ഹു ക്രിയേറ്റ് ദ ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ഷോപ്സ് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. വി കനോട്ട് എക്സ്പെക്ട്. ആൻഡ് ഓൺ ദി ഫാർമർ സൈഡ് യു ആർ ആസ്കിങ്. സോ ആക്ച്വലി ഇൻ ദ ഫാർമർ സൈഡിൽ അനിൽ വാസ് ടെലിംഗ് എ വെരി ഗുഡ് റിപ്ലൈ. അപ്പോൾ അതിൽ വാട്ട് ഈസ് നീഡഡ് ഈസ് ഇവർ കൊടുക്കുന്നത് എന്താ 6,000 രൂപ വർഷത്തിന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. പക്ഷേ അത് കൺസംഷന് പോലും പോരാ. Monthly, if you divide it, it is just 500 rupees per month for consumption. Whether agriculture can grow. And agriculture, if you look at the RBI bulletin, then അതിൽ 90% is agricultural crop loan. That is repayable every year. Term loan വന്നാൽ മാത്രമേ ഈ നാച്ചുറൽ ഫാമിംഗ് 1 lakh crore എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ടേം ലോൺ ആയിട്ട് മാറണം. അതായത് ദ ലാൻഡ് ഷുഡ് ബി കൾട്ടിവേറ്റഡ് ഇൻ എ ബിഗ് വേ. മറ്റേ അലൈഡ് ആക്ടിവിറ്റീസ് കൂടണം, ദ ഇറിഗേഷൻ വാട്ടർ ഹൗ ഇറ്റ് ഷുഡ് കം, ഇതൊക്കെ ടേം ലോൺ റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാറിക്കിട്ടും. അതിൻ്റെ എഫേർട്സ് നമ്മൾ കാണുന്നേ ഇല്ല. അല്ല, ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ വിദേശ കമ്പനികൾക്ക് ടാക്സ് കുറച്ച് കൊടുത്തു, നേരത്തെ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ ടാക്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഇതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ വലിയ പരാജയമായിരുന്നു എന്നുള്ള വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വന്നില്ല, കഴിഞ്ഞ കാലങ്ങളിൽ വന്നത് മുഴുവൻ ഓഹരി കമ്പോളത്തിൽ മാത്രമാണ് എന്നുള്ള വിമർശനമുണ്ട്. അപ്പോൾ ഈ നടപടികളിലൂടെ ഈ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കും എന്ന് കരുതണോ? അല്ല, ഈ അടുത്ത കാലത്ത് തന്നെ FDI സംബന്ധിച്ച്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പറയുന്നത്, മീഡിയ റിപ്പോർട്ട്, അതുപോലെ തന്നെ ധനമന്ത്രി അത് കോട്ട് ചെയ്യുന്നുമുണ്ട്, സർവേയിൽ പറയുന്നുണ്ട്. അതായത് FDIയിൽ വ്യാപകമായ ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇൻഫ്ലോയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, FIIയിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും വളരെ വൊളാറ്റൈൽ, ഫോറിൻ ഡയറക്റ്റ് അത്രയും വൊളാറ്റൈൽ അല്ല, പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വൊളാറ്റൈലാണ്. രാജ്യത്തൊരു പ്രതിസന്ധിയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വൊളാറ്റൈലായിട്ട് രാജ്യത്തിനകത്തും പുറത്തേക്കും ഒഴുകുന്ന തരം ത്തിലുള്ള അത്രയും ഫ്രജൈലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സെക്ടറിൻ്റെ കാര്യത്തിൽ വലിയ ടാക്സ് കൺസെഷൻസ് കൊടുത്ത സമയത്ത് കോർപ്പറേറ്റ് സെക്ടറിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടുണ്ട്. സർവേയുടെ ആമുഖത്തിൽ സർവേ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചീഫ് ഇക്കണോമിക് അഡ്വൈസർ തന്നെ എഴുതുന്നുണ്ട് അക്കാര്യം. കോർപ്പറേറ്റ് സെക്ടറിൻ്റെ പ്രോഫിറ്റ് വർദ്ധിച്ചു, അവരുടെ ടേൺ ഓവർ വർദ്ധിച്ചു. പക്ഷെ അവരെന്താണ് ഈ രാജ്യത്ത് ചെയ്യുന്നത്? ഇതിനു മുമ്പും നിർമ്മല സീതാരാമൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് ഈ കാര്യം കൃത്യമായിട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്? പുതുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത്രയും ഫേവേഴ്സ് ഞാൻ ചെയ്തു തന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുന്നത് സർവേയിൽ വേറൊരു രീതിയിലേക്ക് അത് മാറ്റുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം കോർപ്പറേറ്റുകൾക്കാണ് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിക്കൊണ്ടുവന്നിരുന്നുണ്ട്. രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കോർപ്പറേറ്റുകൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലാണ് ഇത് മാറ്റുന്നത്. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു ആർട്ടിക്കിളിൽ ഈ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന മേഖലകളിൽ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ ഡീകമ്പോസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിൽ നടക്കുന്നില്ല. അഥവാ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഈ പറയുന്ന മിഷനറി, ടൂൾസ്, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്, ഹൈ ഓറിയൻറ്റഡ് ക്യാപിറ്റൽ
ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള, കാരണം മിക്കവാറും അത് മിഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ പ്രൊഡക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ജോബ് ക്രിയേഷന് വലിയ സ്കോപ്പ് ഇല്ല. ഇത് മുൻപേ ഉള്ളൊരു ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് മേഖലയെ മാത്രം ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പങ്കാളിത്തം ഏൽപ്പിക്കുന്നത്, അതിനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ചെയ്യേണ്ടിയിരുന്നത് നമ്മളുടെ സ്റ്റേറ്റുകളെ, സംസ്ഥാനങ്ങളെ ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യുകയായിരുന്നു ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ മിസ്സിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ വിശ്വനാഥൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ ബജറ്റിൽ 3-4 സ്റ്റേറ്റുകളുടെ പേര് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. ബാക്കി ഒരു സ്റ്റേറ്റിൻ്റെ കാര്യവും മെൻഷൻ ചെയ്യുന്ന പോലുമില്ല. ഇപ്പോൾ സ്റ്റേറ്റുകളെ മെൻഷൻ ചെയ്യണമെന്നില്ല, കാരണം ബജറ്റ് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഓരോ സ്റ്റേറ്റിനും എന്തൊക്കെ വിഹിതം എത്രത്തോളം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷേ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കുന്ന പോലുമില്ല. ബീഹാറിന് വലിയ പദ്ധതികളുണ്ട്, വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, എക്സ്പ്രസ് വേകൾ, പിന്നെ ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ട 2 വലിയ പദ്ധതികൾ, ഇത്രയും ബീഹാറിനുണ്ട്. ആന്ധ്രാപ്രദേശിന് റീഓറിയൻറ്റേഷൻ ആക്ടിൻ്റെ, അവരുടെ ബൈഫർക്കേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അവിടുത്തെ കർഷകർക്ക് സെപ്പറേറ്റ് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ബജറ്റ് വല്ലാത്ത രീതിയിൽ ബാക്കി സ്റ്റേറ്റുകളെ മുഴുവൻ അകറ്റി നിർത്തി എന്ന് തോന്നുന്നുണ്ടോ? Certain things are political. We have to accept. ഇത് പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി എന്ന് നമുക്ക് പറയാം, അല്ലാതെ അതിൻ്റെ കൂടുതൽ നമുക്ക് പറയാനൊന്നുമില്ല. ബീഹാറും ആന്ധ്രാപ്രദേശും ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്. ബട്ട് ഇപ്പോഴത്തെ ഒന്നാലോചിക്കുക, സൗത്ത് ഇന്ത്യയിൽ ആന്ധ്ര മാത്രമാണ് പരാമർശിക്കപ്പെടുന്നത്. തമിഴ്നാടുണ്ട്, വലിയ സ്റ്റേറ്റാണ്, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങളുള്ള സ്റ്റേറ്റാണ്. ദേ മേ കൗണ്ടർ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, MSMEസും മറ്റേ എൻ്റർപ്രണർഷിപ്പ് ബാക്കി കാര്യങ്ങൾ കൂടുതൽ ഉള്ളത് കേരളയും തമിഴ്നാടുമാണ്. ആക്ച്വലി ഓൾ ദിസ് MSME സെക്ടർ, ലോയർ സെക്ടർ, ഇതെല്ലാം. അപ്പോൾ അതിനു വേണ്ടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു. ബിക്കോസ് നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, നിങ്ങളുടെ സ്റ്റേറ്റ്സ് ഒക്കെ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ആണ്. ഇൻ കമ്പാരിസൺ ടു ദ ഒറീസ ഓർ ബീഹാർ ഓർ ഉത്തർപ്രദേശ്, അവരൊക്കെ ഒരു ബാക്ക്വേർഡ് സ്റ്റാറ്റസിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും. ഇഫ് യു ലുക്ക് അറ്റ് ദ ആനുവൽ ഇൻകം, ഇതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ലിറ്ററസി റേറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ വി ആർ ഫോർവേഡ് കമ്പയർ ടു തെലുങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. കർണാടക, തമിഴ്നാട് ആൻഡ് കേരള ആർ ഫാർ ബെറ്റർ. അപ്പോൾ അവിടെ actually they have to concentrate on individuals than and the companies are willing to, private sector the investment is coming on its own to the states, unlike Bihar and UP. അങ്ങനെ അവർക്ക് ഒരു ആർഗ്യുമെന്റ് അവരിന് വെക്കാൻ കഴിയും. ബട്ട് it looks very obvious that political expedience in തന്നെ പറയാം. റൈറ്റ്. ഇതിനോടൊപ്പം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ MSMEകളുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ കാര്യം 100 എണ്ണം സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചില ഈ സ്റ്റാർട്ടപ്പുകളുടെ ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് വിശ്വനാഥൻ? See, angel tax actually they want to promote this venture capital. ഈ സ്റ്റാർട്ടപ്സിന് വെരി ബിഗ് തിങ് ഇസ് ദിസ് ഏഞ്ചൽ ടാക്സ്. അവരിന് ഒരു ഡിസ്വേഷൻ ആണ്. അപ്പോൾ ഈ ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കുമ്പോൾ പല ഐഡിയാസും പല കാര്യങ്ങളും ഇതിനകത്ത് ഇറ്റ് ക്യാൻ കം. ഇൻഡസ്ട്രിയൽ പാർക്സ് നമുക്ക് പാസ്റ്റ് ഇറ്റ് ഹസ് ഷോൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് എഫക്റ്റീവ്ലി. പക്ഷേ അവസാനം ഹൗ വെൽ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് കോർഡിനേറ്റ് ടുഗദർ. ഇപ്പോൾ പല കാര്യങ്ങളിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കാണും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കാണും. Everybody will try to take the credit and the debit nobody will take. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇത് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഈ കോൺസെപ്റ്റ് ഈസ് ഗുഡ്. പക്ഷേ എത്രമാത്രം ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, ഐ തിങ്ക് ദാറ്റ് ടെക്നോളജി പാർക്ക് എത്ര വർഷം മുൻപുള്ളതാണ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദി ഡെവലപ്മെൻറ്റ്, പൂനെയിലുള്ളത്, ബാംഗ്ലൂരോ ഇല്ല ഈവൻ കോയമ്പത്തൂർ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദ ഡെവലപ്മെൻറ്റ് ഇൻ ട്രിവാൻഡ്രം ഈസ് നോട്ട് ഇൻ ഫുൾ ഷോ. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്സിന് വളർത്തെടുക്കേണ്ടത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടുഗദർ ആയിരിക്കും. അങ്ങനെ ചെയ്താൽ ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രിയൽ പാർക്സ് നന്നായിട്ട് ഡെവലപ്പ്.
റൈറ്റ്. ഞാൻ ഡോക്ടർ അനിലിലേക്ക് ഒരിക്കൽ കൂടി. അനിൽ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ വൈറ്റൽസ്, സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ വൈറ്റൽസിനെ കുറിച്ചൊരു ക്ലാരിറ്റി കുറവ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം മാറ്റിയതോടുകൂടി GDP കാൽക്കുലേറ്റ് അത് GDP നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അന്ന് മുതലുണ്ട്. അതുപോലെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള കണക്കുകളെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഉയർത്താറുണ്ട്. ഈ പറയുന്ന യഥാർത്ഥ കണക്ക് തന്നെ ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അതുപോലെ സ്റ്റേറ്റുകൾക്ക് അവർക്ക് നിയമപരമായി തന്നെ അല്ലെങ്കിൽ ഫിനാൻസ് ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൈമാറേണ്ട പണം കൈമാറാതിരിക്കുന്ന കേന്ദ്ര സർക്കാർ, അത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകൾക്കും പണം, പല സ്റ്റേറ്റുകൾക്കും പല പദ്ധതികളുടെയും കേന്ദ്രവിഹിതം കൊടുക്കാൻ പെൻഡിങ് വയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യഥാസമയത്ത് കൊടുക്കാതിരിക്കുന്നത്. അത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റിനെ കുറിച്ചും കേന്ദ്രത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുമൊക്കെയുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ധനമന്ത്രി പറയുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ 4.9% ഫിസിക്കൽ ഡെഫിസിറ്റ് താഴ്ത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് അവകാശപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്ന ഒരു ആ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ അപ്പുറവും നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണോ ധനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുതന്നെയാണ് ധനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഫിസിക്കൽ ഒരു അച്ചടക്കം, ധനകാര്യ അച്ചടക്കം എന്ന് പറയുന്നത് ധനമന്ത്രി മുൻപ് പിന്തുടർന്നതും ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ഫിസിക്കൽ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു ധനകാര്യ മൗലികവാദമാണ്, ഒരു ഫിസിക്കൽ ഫണ്ടമെൻ്റലിസമാണ്. അതനുസരിച്ച് 3.5% രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ചുരുക്കണം എന്നാണ് നിയമപരമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ബാധ്യതയുള്ളതാണ്. എത്രയായിരുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ്? 5.1% അതിപ്പോൾ 4.9% ചുരുക്കി എന്നാണ് പറയുന്നത്. അതിലും കൂടുതലായിരുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ്. അതേസമയം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും 3.5% ഫിസിക്കൽ ഡെഫിസിറ്റ് നിയന്ത്രിച്ച് നിർത്തിക്കൊള്ളണം എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് അത് 4% ഒരു കാരുണ്യത്തോടെ ഒരു നടപടി എടുത്തു എന്നും പറഞ്ഞു. പക്ഷേ സംസ്ഥാനങ്ങൾ പലതും ഈ 4% ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് ഉയർത്താതെ അവർക്ക് കിട്ടിയ അധിക പണം അവർ വിനിയോഗിക്കാതെ കീപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം സെൻട്രലിൻ്റെ കാര്യത്തിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിന് ഒരു നിയമം മൂലം, FRBM ആക്ട് മൂലം 3.5% നിലനിർത്തണം എന്നുള്ള കാര്യത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് ഡീവിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം സ്റ്റേറ്റുകളോട്, അതായത് ഈ പറയുന്ന പ്രകൃതിക്ഷോഭങ്ങളെയും കോവിഡ് പോലെയുള്ള മഹാമാരികളെയും മുന്നിൽ നിന്ന് നേരിട്ട സ്റ്റേറ്റുകളോട് ഈ കാര്യങ്ങൾ 3.5% നിലനിർത്തണം എന്ന് പറയുകയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് 3.5% ആയി നിലനിർത്തണം എന്ന് നിയമപരമായിട്ട് നമ്മൾ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടു ഗുഡ് ഹെൽത്ത്, അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ് ഒരു നിയമപരമായിട്ട് ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റിന് സാധിക്കാത്തത്? അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ ഫിസിക്കൽ ഡെഫിസിറ്റിനുള്ള 3.5% എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ കാർഷിക മേഖലയിലേക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പൊതുവെയും ഉള്ള ഫണ്ടിങ്ങുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ചെലവ് ചുരുക്കിക്കൊണ്ട് ഈ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യാപകമായ രീതിയിൽ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട്, ഒരു വരുമാന ശോഷണം ഉണ്ടാക്കുന്നുണ്ട്. ആ വരുമാന ശോഷണം രാജ്യത്തൊരു ചോദന പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയാണ് നമ്മളുടെ രാജ്യത്ത് കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. കോവിഡ് വന്നത് മൂലമൊന്നുമല്ല, കോവിഡ് വന്നതിന് മുൻപ് തന്നെ ഒരു ചോദന പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പോൾ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിന് വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ തൊഴിലന്വേഷകർക്കോ ഇന്റേൺഷിപ്പ് നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സെക്ടർ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു ഫോക്കസ്
ഈ ബജറ്റിൽ എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ബജറ്റ് ഡോക്യുമെൻസിൽ ഒരുപക്ഷെ ഈ IIT-കൾക്കോ IIM-കൾക്കോ എയിംസിനോ ഒക്കെ നീക്കി വെച്ചിരിക്കുന്ന തുകയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കാണാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു വിഷനോ കാര്യങ്ങളോ ഈ ബജറ്റിൽ കാണുന്നുണ്ടോ? ബഡ്ജറ്റിലാകെപ്പാടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടായാൽ മാത്രമേ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു പരാമർശമുണ്ട്. അത് സർവേയിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട് രാജ്യത്തെ സ്കിൽ ഡെവലപ്മെന്റ് വർദ്ധിക്കുമെന്നും പിന്നെ അതുപോലെയുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകും എന്നും മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. അല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യമോ പുതുതായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കേണ്ടതിൻ്റെ കാര്യമോ ഒന്നും പറയുന്നില്ല. നമ്മളുടെ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്രയോ പോസ്റ്റുകൾ ഒഴിവായിട്ട് കിടക്കുകയാണ്. അത് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചോ അതിൽ ക്വാളിറ്റേറ്റീവായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചോ ഒന്നും ബഡ്ജറ്റ് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അവസാനമായിട്ട് ശ്രീ വിശ്വനാഥനിലേക്ക് ഒരിക്കൽ കൂടി. വിശ്വനാഥ, ഈ 2047 രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കും എന്ന സങ്കല്പം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അടിസ്ഥാനമിടുന്നതായിരിക്കും ഈ ബജറ്റ് എന്ന് നേരത്തെ പറയുകയുണ്ടായി. പ്രധാനമന്ത്രിയാണോ ധനമന്ത്രിയാണോ അത് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഇതെന്നാണ്. നമ്മളിതൊരു നേരത്തെ താങ്കളും ഡോക്ടർ അനിലും സൂചിപ്പിച്ചത് ഒരു കണ്ടിന്യൂവേഷൻ ബജറ്റ് എന്നതിനപ്പുറത്ത് ഇതൊരു പുതിയ സർക്കാരാണ്. 5 വർഷത്തെ മാൻഡേറ്റ് കിട്ടി അധികാരത്തിൽ വന്നിരിക്കുന്ന കോയിലേഷൻ സർക്കാരാണെങ്കിൽ പോലും അവർക്ക് മുമ്പിൽ 5 വർഷമുണ്ട്. പുതിയൊരു സർക്കാരാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ സാഹചര്യമുള്ള ഒരവസ്ഥയാണ് മുമ്പിലുള്ളത്. 2047 ലക്ഷ്യമൊക്കെ വയ്ക്കുമ്പോൾ ഒരു വലിയ സ്വപ്നങ്ങളോ വലിയ പദ്ധതികളോ അല്ലെങ്കിൽ വലിയ ആലോചനകളോ ഒക്കെ പങ്കുവയ്ക്കാൻ പാകത്തിലുള്ളൊരു അവസരം നിർമ്മലാ സീതാരാമൻ ഉണ്ടായിരുന്നു, ഈ സർക്കാരിനുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന 2047 വികസിത രാജ്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിനേക്ക് അടിത്തറയിടാൻ പാകത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഒരു നല്ല ഇനിഷ്യേറ്റീവ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഓൺലി കണ്ടിന്യൂവേഷൻ ഓഫ് ദി 10-year ഗവൺമെന്റ് ഇൻ ടു ദ 11th year. അപ്പോൾ ഇത് വെദർ ദാറ്റ് വിൽ റീച്ച് 2047 ഐ വിൽ നോട്ട് സേ. ഇതിൽ 2 constraints are there. ഒന്ന്, ആദ്യം അവർ പ്രിപ്പയർ ചെയ്ത ഇൻറ്ററിം ബഡ്ജറ്റിലിருந்து they cannot go much beyond the interim budget presented. 1. Number 2, ഗവൺമെൻറ് ഫോം ആയിട്ട് ഒരു 30 days 40 days ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വി കനോട്ട് എക്സ്പെക്ട് 2047 നമ്മൾ എല്ലാം അച്ചീവ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡെവലപ്ഡ് നേഷൻ കാറ്റഗറിക്ക് പോകണമെന്നുള്ള ബഡ്ജറ്റായിട്ട് ഇത് നമ്മൾ കാണാൻ പറ്റില്ല, ഡെഫിനറ്റായിട്ട് ഇല്ല. 2025 let us aim that ഇതിൻ്റെ അടിസ്ഥാനത്തിൽ they have to make lot of changes. ഞാൻ സൂചിച്ചതുപോലെ അഗ്രികൾച്ചറിൽ വെറും 6,000 rupees കൊടുത്തിട്ട് അഗ്രികൾച്ചർ വളരുമെന്ന് പറയുന്നത് DBT കൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.9 നിർത്തണം പറയുന്നത് വൺ നീഡ് ടു ഗെറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് റേറ്റിംഗ് പ്രൊട്ടക്റ്റഡ്. കൺട്രിയുടെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റിംഗ് 2008 BBB ആയിരുന്നു. അത് പ്രൊട്ടക്ട് ചെയ്തും മുകളിലോട്ട് വരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പൽഷനാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. നമ്പർ 2, ഫിസ്ക്കൽ ഡെഫിസിറ്റില്ല സെൻട്രൽ ഗവൺമെൻറ് പ്ലസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അവർ എല്ലാവരും കൂടിയിട്ട് ഈ ഫ്രീ ബീസ് ഒഴിവാക്കണം. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഗോയിങ് ടുവേർഡ്സ് റവന്യൂ, നോട്ട് ക്രിയേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ വന്നതാകെ ഈ 3.5% 4.9 അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് സ്പെൻഡ് മോർ ദർ ഇസ് നോ നീഡ്. ബട്ട് ആസ് ഐ സീ ഇറ്റ് നൗ ഇറ്റ് ഈസ് ഓൺലി കണ്ടിന്യൂവേഷൻ. ഐ വിൽ നോട്ട് സേ ദറ്റ് ഇറ്റ് ഈസ് ടോട്ടലി പാത്ത് ചേഞ്ചിങ് ബഡ്ജറ്റിന് പറയാൻ കഴിയും. ഡോക്ടർ അനിൽ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ബജറ്റ് പ്രസംഗം കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ നമ്മൾ സാധാരണഗതിക്ക് കോർപ്പറേറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർക്ക് ടാക്സ് ലോ ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഓഹരി വിപണിയിലൊക്കെ അതിൻ്റെ ഒരു റിപ്പർക്കഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മൾ കണ്ടത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും സൂചികകൾ താഴേക്ക് വരുന്നതാണ്. താഴേക്ക് വന്നു, പിന്നെ കുറച്ചൊക്കെ കയറി ഇങ്ങനെ ചാഞ്ചാടുന്ന ഓഹരി വിപണിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബജറ്റ് ഒരു പോസിറ്റീവ് സിഗ്നൽ ഈ പറയുന്ന അവരുടെ ഏറ്റവും ആര് ഭരിച്ചാലും ഭരണത്തിലിരിക്കുന്നവരുടെ ഏറ്റവും അടുത്ത കക്ഷികളായി നിൽക്കുന്ന ഈ കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ പോലും നൽകുന്നില്ല എന്നാണോ? പോസിറ്റീവ് സിഗ്നൽ നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യാപകമായ രീതിയിലൊരു അവർ പ്രതീക്ഷിച്ച രീതിയിലൊരു ഒരു ഇൻസെൻറ്റീവ്സ് ലഭിച്ചിട്ടില്ല എന്നായിരിക്കാം അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ബഡ്ജറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ
ചില വ്യാവസായിക പ്രമുഖരുടെ ഇൻ്റർവ്യൂ NDTV-യിൽ കാണുകയുണ്ടായി. അതിൽ അവർ പറയുന്നത് വളരെ പിന്നെ പോസിറ്റീവായിട്ടാണ്. നല്ലൊരു പിക്ചർ പെയിൻറ് ചെയ്യാനുള്ളൊരു ശ്രമം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരിൽ പലർക്കും ഈ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വ്യവസായ പ്രമുഖരാണ്. അപ്പം ആ മേഖലകളിലൊക്കെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് മോർ ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ ചാഞ്ചാട്ടം എന്തായാലും പുതിയൊരു പോളിസി വരുമ്പോൾ ഉണ്ടാവുമല്ലോ. അത് കുറയും, പിന്നീട് അത് ഇൻക്രീസ് ചെയ്യും. അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. റൈറ്റ്, അതാണ് നിർമ്മല സീതാരാമൻ്റെ 7ാമത്തെ ബജറ്റിനെ നമ്മൾ പ്രാഥമികമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഇതൊരു തുടർച്ചയായ ബജറ്റാണ്. അതായത് കാര്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, പോളിസി, ഇതെല്ലാം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എങ്ങനെയാണോ തുടർന്നിരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ നിൽക്കുകയാണ്. ശ്രീ വിശ്വനാഥൻ പറഞ്ഞ പോലെ ഇതൊരു പാത്ത് ബ്രേക്കിംഗ് ബജറ്റായിട്ട് കാണാൻ സാധിക്കില്ല. ഡോക്ടർ അനിൽ സൂചിപ്പിച്ചതുപോലെ എക്കണോമിക് സർവേയിൽ ചൂണ്ടിക്കാണിച്ച അസമത്വം, അത് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരും ഏറ്റവും പിന്നിൽ നിൽക്കുന്നതും തമ്മിലുള്ള അന്തരം അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു. ആ സാമ്പത്തിക അസമത്വം രാജ്യത്ത് പെരുകുന്നു എന്ന സൂചന എക്കണോമിക് സർവേയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ട് പോലും അതിനെ അഡ്രസ്സ് ചെയ്യുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്ന നിരാശ ബാക്കിയും വയ്ക്കുന്നു. കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള സ്പെഷ്യൽ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.